അമ്മ എന്നിട്ട് ഗിരായമാവിൻ്റെ അടുത്ത് എന്തോ പറഞ്ഞമ്മ? ഞാൻ ആലോചിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ആലോചിക്കാന്നല്ലേ പറഞ്ഞു, കൊടുക്കാന്നൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ബുദ്ധി, അത് മതി, അങ്ങനെ മതിയാ. നമുക്ക് ആലോചിക്കാനുണ്ട്, അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാവും. ഒരു കാര്യമില്ല അമ്മയ്ക്ക് ചുമ്മാരി തങ്ക നീ ചുമ്മാരി ഒന്നും അറിഞ്ഞുകൊടുക്കുന്ന സംസാരിക്കും. അമ്മ ഇത് ഈ സ്ഥലം ആരതാണ്? ഇത് മുത്തുരാമ മാമൻ്റെ നല്ല സമയത്ത് അധ്വാനിച്ച് വാങ്ങിച്ച സ്ഥലം ഇല്ലേ? അന്ന് മാമനത് കഷ്ടപ്പെട്ട്, അത് അമ്മയ്ക്ക് അറിയാമല്ലോ, അറിയാം ആ വാങ്ങിയ സ്ഥലമാണ്. അപ്പം അത് നിസ്സാരം ഒരാൾ വന്ന് പറഞ്ഞ്, ഒരാളല്ല ആളാണ് ഇപ്പം അമ്മയുടെ ആങ്ങളെയാണെന്ന് വെച്ചോ, വന്ന് പറഞ്ഞ ഉടനെ അതങ്ങ് ഒന്നും നോക്കാതെ കൊടുക്കാം. എങ്ങനെ നമ്മൾ കൊടുക്കും അമ്മ? അത് അതല്ലടാ, അപ്പൊ ആ 5 സെന്റ് അവിടെ ഇരുന്നിട്ട് എന്തോ കാര്യമാണ് നടക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ കൂടെ എനിക്കും കൂടെ കിട്ടൂല്ലോ. അതില് കാര്യം ഇല്ലാതില്ലമ്മേ. ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഗുട്ടൻസ്. അമ്മേ, ഇപ്പൊ ഗിരായ മാമന്റെ സ്ഥലം പുറകെ കിടക്കണം 30 സെന്റ്, അതിന് വഴിയില്ല. അമ്മയുടേത് റോഡ് സൈഡിൽ കിടക്കണ പൊന്നും വിലയുള്ള 5 സെന്റ് സ്ഥലം ഇല്ലേ? അപ്പൊ ഈ സ്ഥലം, അതായത് ഗിരായ മാമന്റെ ഈ സ്ഥലത്തിന്റെ കൂടെ ഈ സ്ഥലം കൂടെ ചേർത്തങ്ങ് വിറ്റ പുറകെ കിടക്കണ 30 സെന്റിന് നല്ല വില കിട്ടും ഇല്ലേ? ചുമ്മാ ഓരോന്ന് ഊഹിച്ച് വെറുതെ വഴക്കുണ്ടാക്കാൻ നിക്കല്ലേ ക്ലീറ്റോ. ഇവിടെ ആര് വഴക്കുണ്ടാക്കി? ഞാൻ എല്ലാം അന്വേഷിച്ചു, ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ആ സ്ഥലത്തിന്റെ അവിടെ പോയി എല്ലാം പഠിച്ചിട്ടാണ് ഞാൻ ഈ പറയണത്. ഒരു അറിവ് അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എന്ത് തെറ്റമ്മ? നല്ല കാര്യമല്ലേ പറഞ്ഞു. അല്ല, അപ്പൊ ക്ലീറ്റോ എന്താ പറയണത്? അമ്മാവന്റെ സ്ഥലത്തിന് വഴി കിട്ടാൻ വേണ്ടിട്ടാണ് അമ്മയുടെ സ്ഥലം കൂട്ടിച്ചേർക്കണെന്നാ? സംശയമുണ്ടോ ആ കാര്യത്തിൽ? പിന്നല്ലാതെ ഇല്ല, ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാ അമ്മ ഇപ്പൊ ഓടിപ്പടച്ചു വന്നിട്ട് ഇത് വിൽക്കണമെന്ന് പറയേണ്ട കാര്യം എന്താണ്? ഈ അമ്മയുടെ അമ്മാവനല്ല ആവശ്യം, അവര് ചോദിച്ചതാന്ന്. അവര് ചോദിച്ചെങ്കിലും അപ്പൊ പറയണം അത് അമ്മയുടെ ആണ്, അത് കൊടുക്കണില്ല എന്ന് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞാ അമ്മാവിന്റെ സ്ഥലത്തിന് വില കിട്ടൂല. ഒരൊറ്റ കാര്യം മതിയിട്ടാ കുടുംബാലം ഉണ്ടാകാൻ. എന്ത് കുടുംബാലം ഉണ്ടാവാൻ? തങ്കം, എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം പറഞ്ഞു തരാൻ ഞാൻ നാട്ടിൽ പോയി ചോദിക്കണോ? എന്റെ ഇത് പൊതുപ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരാളിന് അറിയാവുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ കുടുംബശ്രീയായിട്ട് നടക്കുന്ന നിനക്കൊന്നും അറിയാൻ പറ്റില്ല. ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്ലാനിങ് ഉണ്ട്. ഇത് എനിക്കറിയാം, ഇതൊക്കെ അമ്മയുടെ ബ്രെയിനായിരിക്കും. അവരിച്ചിരി ഇതാണ് അമ്മ. അതെ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ വേറൊന്നുമല്ല, സംഗതി നമ്മളെ മാമനൊക്കെ തന്നെയാണ്, അമ്മയുടെ സഹോദരനാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇത് പിന്നെ ഈ 5 സെന്റ് ഇട്ടിരുന്ന എന്നെങ്കിലും ഒരു കാലത്ത് അമ്മയ്ക്ക് അവിടെ ഒരു ചെറിയ വീട് വെച്ച് താമസിക്കണമെന്ന്. അതായത് മാമൻ കഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പം മാമൻ മേളിൽ ഇരുന്ന് കാണുന്നുണ്ടാവും ഈ സ്ഥലം ഇവിടെ എന്താണ് അമ്മ ചെയ്യണേന്നൊക്കെ നോക്കിയിട്ടിരുന്ന് അവിടെ നിന്ന് ശപിക്കും അമ്മേ. അപ്പം മാമന് ദോഷമാവില്ല. അതുകൊണ്ട് ഞാൻ പറയണത്, ഇത് അമ്മ അവിടെ ഒരു ചെറിയ വീടൊക്കെ വെച്ച് ഭാവിയിൽ എപ്പോഴെങ്കിലും കിടക്കാം എന്നങ്ങ് പറഞ്ഞോ ഗിരായ മാമൻ്റെ അടുത്ത്. അത് മനുഷ്യ അത് തന്നെ, ഞാൻ അങ്ങനെ പറയാം. വെറുതെ ഈ പറഞ്ഞ മാതിരി മുത്തുരാമാമൻ്റെ ശാപം വാങ്ങിച്ച് കെട്ടണ്ട. മാമന് സങ്കടം, മാമൻ കഷ്ടപ്പെട്ട സ്ഥലമല്ലേ. ഞാനിപ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്ഥലം എങ്ങനെ പെട്ടെന്ന് നിയമിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. ആരും സമ്മതിക്കത്തില്ല. പല കാര്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. നിനക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് നിന്റെ അതാണ് പറഞ്ഞത്. എണീറ്റ് പോടാർന്നു. ഞാന് അമ്മയുടെ അടുത്ത് പറഞ്ഞു നോക്കി, പക്ഷെ അങ്ങോട്ട് അടുക്കുന്നില്ല. ആദ്യം സമ്മതിച്ചാണ്, പിന്നെ ഇപ്പൊ പെട്ടെന്ന് പറ്റില്ല പറയാൻ. ശരിയാ, ഞാൻ എൻ്റെ വിഷമമൊന്നും ആരോടും പറയാറില്ല. ഗിരിജോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ? ചേച്ചി എപ്പോഴും എല്ലാവരോടും പറയും, ഹനിജന്റെ ചീരത്തോട്ടം എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് 100 നാവാ. ആ ചീരത്തോട്ടം ജപ്തി ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചേച്ചിക്ക് സഹിക്കും. അതാ ആരോട് പറയാം. അമ്മാവ എന്തായാലും അമ്മാവ ഇത് എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. പറഞ്ഞെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്നിക്കാനെ. പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? പറഞ്ഞാലേ നമുക്ക് അതിന്റെ കൂടെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം കൂടെ ഉണ്ട്, പക്ഷെ എന്തോ ചെയ്യാൻ പറ്റും? അമ്മയ്ക്കണ്ടേ? അല്ലേ, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ആ വസ്തു വയ്ക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കണം. അമ്മയെ നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം. എങ്ങനെ? നിങ്ങളെല്ലാം എൻ്റെ കൂടെ നിന്നാൽ മതി. എന്താ ചെയ്യണ്ടേ? പറയാം.